നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കഴിഞ്ഞ സെഷനിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ കുറച്ച് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇന്റേണൽ എനർജി എന്നും എന്താണ് എൻതാൾപ്പി ഓഫ് റിയാക്ഷൻ എന്നും ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എൻതാൾപ്പി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു സിസ്റ്റത്തിന്റെ ആകെ ഹീറ്റ് കണ്ടന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എൻതാൾപ്പി എന്ന് പറയുന്നത്. Enthalpy means the total heat content possessed by a system is called enthalpy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് കണ്ടന്റ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൾപ്പിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൾപ്പി ചേഞ്ച് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എൻതാൾപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ അവിടെ ഹീറ്റ് എനർജിയിൽ എന്ത് മാറ്റം വരുന്നു? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണോ, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയാണോ, ഇതിനെല്ലാം പറ്റി പറയുന്ന ഒരു വാക്കാണ് എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൾപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയും. അതായത് ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആർ ഗീവ്സ് പി എന്ന് പറയുന്ന റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആർ എന്ന് പറയുന്ന റിയാക്ടന്റ് പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി മാറുകയാണ്. ആർ എന്ന് പറയുന്ന റിയാക്ടന്റ് പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയി മാറുന്നു. ആറിന്റെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ എൻതാൾപ്പി നമ്മൾ എച്ച് ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു വിചാരിക്കുക. പി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് ഉള്ള ഹീറ്റിനെ നമ്മൾ എച്ച് പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ എത്രത്തോളം എനർജിയിൽ വ്യത്യാസം വരുന്നു, എത്രത്തോളം ഹീറ്റ് എനർജിയിൽ വ്യത്യാസം വരുന്നു, ഹീറ്റ് എനർജിയിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു എന്ന് കാണിക്കാൻ നമ്മൾ ഡെൽറ്റ എച്ച് കണ്ടുപിടിച്ചാൽ മതിയാവും. ഡെൽറ്റ എച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഹീറ്റ് എനർജി ഓഫ് റിയാക്ടന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എൻതാൾപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൾപ്പി ഓഫ് റിയാക്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെൽറ്റ എച്ച്. Delta H is called enthalpy change of reaction or heat of reaction. ഒരു റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ ഹീറ്റ് എനർജിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? ഹീറ്റ് എനർജി റിലീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇതിനെയൊക്കെ പറ്റി വ്യക്തമായ ഐഡിയ പറഞ്ഞു തരുന്ന ഒരു ടേം ആണ് ഏതെന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൾപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ എ ഗീവ്സ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് റിയാക്ഷൻ, കൺസിഡർ എ റിയാക്ഷൻ എ ഗീവ്സ് ബി. ഒരു റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക, എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എക്കുള്ള ഹീറ്റ് എനർജിയുടെ അളവ് 50 ജൂൾ ആയിരുന്നു. എയുടെ ഹീറ്റ് എനർജിയുടെ അളവ് എത്രയായിരുന്നു? 50 ജൂൾ ആയിരുന്നു. ആ എ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട്, സറൗണ്ടിങ്സിൽ നിന്ന് ഏകദേശം 100 ജൂൾ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് എ ബി ആയി മാറിയത്. അതായത് ബിയുടെ എനർജി എത്രയായപ്പോ 150 ജൂൾ ആയി മാറി. എന്തുകൊണ്ടാണ് 150 ജൂൾ എന്ന് എഴുതിയേ? എയുടെ എനർജി 50 ജൂൾ ആയിരുന്നു. 100 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാവും? 50 + 100 എത്രയായിട്ട് മാറും? 150 ജൂൾ ഓഫ് എനർജി ആയിട്ട് മാറും. അപ്പൊ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറിയപ്പോ ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താണ് പ്രോഡക്റ്റ് ആയി മാറുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് ഏത് റിയാക്ഷൻ ആണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ എച്ച് വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാലോ, എന്താ? എച്ച് പി മൈനസ് എച്ച് ആർ എന്നാണ്. അതായത് 150 നിന്ന് എത്ര മൈനസ് ചെയ്യണം? 50 മൈനസ് ചെയ്യണം. ഉത്തരം എത്ര കിട്ടും? 100 ജൂൾ എന്ന് കിട്ടും. പ്ലസ് 100 ജൂൾ എന്ന് കിട്ടും അല്ലേ? അതായത് ഡെൽറ്റ എച്ചിന്റെ വില എന്താ കിട്ടിയത്? പോസിറ്റീവ് ആണ് കിട്ടിയത്. ശ്രദ്ധിച്ചു വെച്ചിരിക്കുക, എന്താണ് ആലോചിച്ച് വെച്ചിരിക്കുക, എന്താ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വില, ഒരു റിയാക്ഷനിലെ ഡെൽറ്റ എച്ചിന്റെ വില എൻതാൾപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് ഏത് തരം റിയാക്ഷൻ ആയിരിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു എ ഗീവ്സ് ബി എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, എ ഗീവ്സ് ബി ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു
പോസിറ്റീവ്. ഇതിന്റെ മീനിങ് എന്താ? എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തു മോളിക്യൂളായി മാറുമ്പോൾ, പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ ഡെൽറ്റ എച്ച് വില പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താണ് എന്തായി മാറുന്നത്? ബി ആയി മാറുന്നത്. എക്കാളും കൂടുതൽ എനർജി ആയിരിക്കും ആർക്കുള്ളത്? ബിക്കുള്ളത്. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. എനർജി ഓഫ് പ്രോഡക്റ്റ്, ഹീറ്റ് എനർജി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എച്ച് പി വാല്യൂ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ എച്ച് ആർ. എന്താൾപി ഓഫ് പ്രോഡക്റ്റ് എന്താൾപി ഓഫ് റിയാക്ടന്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ റിയാക്ഷനെയും നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. എച്ച് പിയുടെ വാല്യൂ എച്ച് ആറിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ച എച്ച് പിയുടെ വാല്യൂ എത്രയാ? എന്താൾപി ഓഫ് പ്രോഡക്റ്റ് എത്ര? 150 ജൂൾ. റിയാക്ടന്റ് എത്ര? 50 ജൂൾ. 50നേക്കാളും വലിയ നമ്പർ ആണ് എത്ര എന്ന് പറയുന്നത്? 150 എന്ന് പറയുന്നത്. അതായത് എന്താൾപി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താൾപി ഓഫ് റിയാക്ടന്റിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എ പ്ലസ് ഹീറ്റ് ഗീവ്സ് ബി എന്ന് എഴുതാം. റിയാക്ടന്റ് ഹീറ്റ് എനർജി വാങ്ങിച്ച് എന്തായി മാറുന്നു? പ്രോഡക്റ്റ് ആയി മാറുന്നു. ക്ലിയർ ആണ്? അപ്പൊ എൻഡോതെർമിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വില എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല റിയാക്ടന്റിനേക്കാളും കൂടുതൽ എനർജി കാണും. ആർക്കെന്ന് പറയുന്നത്? പ്രോഡക്റ്റിന് എന്ന് പറയുന്നത്. കാരണം റിയാക്ടന്റ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താണ് എന്തായി മാറുന്നത്? പ്രോഡക്റ്റ് ആയി മാറുന്നത്. ഇനി നമുക്ക് മറ്റൊരു റിയാക്ഷൻ നോക്കാം. എക്സ് ഗീവ്സ് വൈ എന്ന് പറയുന്ന റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. എക്സ് ഗീവ്സ് വൈ എന്ന് പറയുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എക്സിന്റെ എനർജി, എക്സിനുള്ള ഹീറ്റ് എനർജി 150 ജൂൾ ഓഫ് എനർജി ആയിരുന്നു എന്ന് വിചാരിക്കുക. എക്സിന്റെ ഉള്ള എനർജി, ഹീറ്റ് എനർജി, എക്സിന്റെ അകത്തുള്ള ഹീറ്റ് എനർജിയുടെ ആകെ അളവ് എത്രയാണ്? 150 ജൂൾ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോ അതിനുള്ളിൽ നിന്ന് കുറച്ച് ഹീറ്റ് പുറത്തു പോവുകയും എക്സ് എന്നത് വൈ ആയി മാറുകയും ചെയ്തു. വൈയുടെ എനർജി എന്ന് പറയുന്നത് 100 ജൂൾ എന്ന് കിട്ടി. വൈയുടെ എനർജി എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? 100 ജൂൾ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? എക്സിന് 150 ജൂൾ ഹീറ്റ് എനർജി ഉണ്ടായിരുന്നു. അത് വൈ ആയി മാറിയപ്പോൾ അതിന്റെ ഹീറ്റ് എനർജി 100 ജൂൾ ആയി മാറി എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് എനർജി കുറഞ്ഞില്ലേ? ഹീറ്റ് എനർജി കുറവാണ്. ഇവിടെ ആർക്കാ ഹീറ്റ് എനർജി കൂടുതൽ? എന്താൾപി ആർക്കാ കൂടുതൽ? ഹീറ്റ് എനർജി എന്ന വാക്കിന് പകരം നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കണം? എന്താൾപി എന്ന് ഉപയോഗിക്കണം. ആർക്കാ എന്താൾപി കൂടുതൽ? റിയാക്ടന്റിന്റെ എന്താൾപി പ്രോഡക്റ്റിന്റെ എന്താൾപിയെക്കാളും കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം പ്രോഡക്റ്റിന്റെ എന്താൾപി വാല്യൂ എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ എന്താൾപി വാല്യൂക്കാളും കൂടുതലാണെങ്കിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു എന്നർത്ഥം. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷനെ എന്തെന്ന് വിളിക്കാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. So if the reaction is said to be an exothermic in nature, then the reactant will be having higher energy as compared to the product. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാക്ടന്റിൽ നിന്ന് കുറച്ച് എനർജി എന്തായിട്ട് പോവുകയാണ്? റേഡിയേഷനുകളായിട്ട് നഷ്ടപ്പെടുകയാണ്. ക്ലിയർ ആണ്? ഇനി അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്താൾപി ചേഞ്ച് കണ്ടുപിടിച്ച് നോക്കുക. എന്താൾപി ചേഞ്ച് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്താൾപി ചേഞ്ച് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എച്ച് പി മൈനസ് എച്ച് ആർ ആണ്. അതിൽ വാല്യൂയിൽ ചേഞ്ച് ഒന്നുമില്ല. ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. എച്ച് പി മൈനസ് എച്ച് ആർ, അതായത് എന്താൾപി ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് എന്താൾപി ഓഫ് റിയാക്ടന്റ് മൈനസ് ചെയ്യണം. എന്താൾപി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 100 ജൂൾ. 100 ജൂൾ മൈനസ് എന്താൾപി ഓഫ് റിയാക്ടന്റ് എത്രയാ? 150 ജൂൾ. അപ്പോൾ എത്ര കിട്ടും? -50 ജൂൾ എന്നല്ലേ കിട്ടുന്നത്. അതായത് ഡെൽറ്റ എച്ചിന്റെ വില നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ, ഡെൽറ്റ എച്ചിന്റെ വില നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, ഡെൽറ്റ എച്ചിന്റെ വില പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷനും, ഡെൽറ്റ എച്ചിന്റെ വില നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അത് ഏത് റിയാക്ഷനും ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷനും ആയിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് ആകുമ്പോൾ ഒരു എക്സ് ആക്സിസ് ഉണ്ടാവും, ഒരു വൈ ആക്സിസ് ഉണ്ടാവും. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞെടുക്കുന്നു. കോഴ്സ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്ന ആ പീരീഡ്, അല്ലെങ്കിൽ പീരീഡ് ഓഫ് റിയാക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ ടൈം ഓഫ് റിയാക്ഷൻ എന്നെടുക്കുന്നു. വൈ ആക്സിൽ നമ്മൾ എനർജി എടുക്കുന്നു. അപ്പോൾ എക്സോതെർമിക്കിന്റെ ഗ്രാഫ് ആണ് വരയ്ക്കുന്നതെങ്കിൽ റിയാക്ടന്റിന്റെ ലൈൻ ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിൽ പ്രോഡക്റ്റിന്റെ ലൈൻ ഞാൻ താഴെ വരയ്ക്കും. റിയാക്ടന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രോഡക്റ്റിന്റെ പൊസിഷന് മുകളിലായിരിക്കും. കാരണം റിയാക്ടന്റിന്റെ എനർജി എക്സോതെർമിക് ആകുമ്പോൾ റിയാക്ടന്റിന്റെ എനർജി പ്രോഡക്റ്റിന്റെ എനർജിയെക്കാളും
കൂടുതലാണ് അല്ലെ. അപ്പൊ ഗ്രാഫ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ കർവ് എന്തുകൊണ്ട് ഇത്രയും എമൗണ്ട് ഓഫ് എനർജി കൂടുന്നു, ഇങ്ങനെ ഒരു പീക്ക് ഡയറക്റ്റ് റിയാക്ടിന്റെ പ്രൊഡക്റ്റായി മാറുകയല്ല, റിയാക്ടിന്റെ എനർജി കുറച്ച് കൂടിയതിനു ശേഷം മാത്രമേ അത് എന്തായി മാറത്തുള്ളൂ, പ്രൊഡക്റ്റായി മാറത്തുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ +2 കെമിസ്ട്രിയിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ എത്തുമ്പോൾ അവിടെ പഠിക്കും. ഈ റിയാക്ടിന് കുറച്ചുകൂടെ അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാലേ അത് പ്രൊഡക്റ്റ് ആകത്തുള്ളൂ. അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി, ഈ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഈ ആക്ടിവേഷൻ എനർജി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ റിയാക്ടന്റ് എനർജി കൂടുതലാണ്, പ്രോഡക്റ്റിന്റെ എനർജി കുറവാണെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് സംഭവിക്കുക, എൻഡോതെർമിക് റിയാക്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എക്സ് ആക്സിൽ നമ്മൾ ടൈം വരയ്ക്കും, വൈ ആക്സിൽ നമ്മൾ എനർജി വരയ്ക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റിയാക്ഷൻ ആകുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ എന്താണ്, റിയാക്ടന്റ് എനർജി കുറവും പ്രോഡക്റ്റിന്റെ എനർജി കൂടുതലുമായിരിക്കും. കാരണം റിയാക്ടന്റ് ഹീറ്റ് എനർജി വാങ്ങിച്ചാണ് എന്തായി മാറുന്നത്, പ്രോഡക്റ്റായി മാറുന്നത്. അപ്പോഴും ഒരു ഹയർ പീക്കിലേക്ക് റിയാക്ടന്റുകൾ റിയാക്ട് ചെയ്ത് ഒരു എനർജി കൂടിയ അവസ്ഥയിലേക്ക് പോയിട്ട് അത് എന്തായിട്ട് മാറും, പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഈ ഗ്രാഫ് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. എൻഡോതെർമിക്കിന്റെ ഗ്രാഫാണിത്, എക്സോതെർമിക്കിന്റെ ഗ്രാഫാണിത്. എൻഡോതെർമിക് എക്സോതെർമിക് റിയാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക. എൻഡോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിന്റെ എനർജി കുറവും പ്രോഡക്റ്റിന്റെ ഹീറ്റ് എനർജി കൂടുതലുമായിരിക്കും. എക്സോതെർമിക് ആണെങ്കിൽ റിയാക്ടന്റിന്റെ എനർജി കൂടുതലും പ്രോഡക്റ്റിന്റെ എനർജി എങ്ങനെയായിരിക്കും, കുറവുമായിരിക്കും. ഈ രണ്ട് ഗ്രാഫുകളും ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ വേറൊരു റിയാക്ഷൻ നമുക്ക് എടുക്കാം, NaOH HCl റിയാക്ഷൻ. NaOH HCl റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് NaOH എന്ന് പറയുന്ന ഒരു ബേസ് ആണ്, HCl എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ്. NaOH HCl റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ബേസ് ഒരു ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു ബേസും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സോഡിയം ക്ലോറൈഡ് NaCl കൂടെ ചേർന്ന് എന്തുണ്ടാവും, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. OHും Hും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും, H2 ആയിട്ട് മാറും. ഈ റിയാക്ഷനെ ഒരു ബേസും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഉണ്ടാവുന്ന ഈ റിയാക്ഷനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഞാൻ -13 കിലോ കാലറി എന്ന് എഴുതുകയാണ്, -13 കിലോ കാലറി പെർ മോൾ എന്ന് എഴുതുകയാണ്. അതിന്റെ മീനിങ് എന്താണ്, NaOHും HClമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, -13 കിലോ കാലറി പെർ മോൾ. -13 ഡെൽറ്റ H = -13, അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു റിയാക്ഷൻ പരിഗണിക്കാം. NaOHും HClമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും, NaOH എന്ന് പറയുന്ന ഒരു ബേസ് ആണ്, HCl എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ്. ഒരു ബേസും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സാൾട്ടും വാട്ടറുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ Naയും Clഉം കൂടെ ചേർന്ന് എന്താവുന്നു, NaCl ആവുന്നു. Hും OHും കൂടെ ചേർന്ന് എന്തായിട്ട് മാറുന്നു, H2O ആയിട്ട് മാറുന്നു. ഒരു ബേസും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാൾട്ടും വാട്ടറും ഉണ്ടാവുന്നു. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് നിർവീകരണ രാസപ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ്. ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ +13 കിലോ കാലറി എന്നും കൂടെ എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ, NaOHും HClഉം റിയാക്ട് ചെയ്യുന്ന സമയത്ത് NaClഉം വാട്ടറും ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു 13 കിലോ കാലറി എനർജിയും കൂടെ റിലീസ് ചെയ്യുന്നു. ഓർത്ത് വെച്ചിരിക്കുക, പ്രൊഡക്റ്റ് സൈഡിൽ പ്ലസ് ഇട്ട് എന്തെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഇക്വേഷനെ വേറെ രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ +13 കിലോ കാലറി എന്ന് എഴുതിയിരിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എഴുതാം. ഇവിടെ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നതിനെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എന്ന് മാറ്റി എഴുതിയാൽ മതിയോ? അതായത് എങ്ങനെയാവും ഇക്വേഷൻ, NaOH + HCl -13 കിലോ കാലറി ഗിവിംഗ് NaCl + H2. എന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ മീനിങ് എന്താ, NaOHും HClയുമായി പ്രവർത്തിക്കുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് -13 കിലോ കാലറി നഷ്ടമാകുന്നു. ഇതിന്റെ രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ്. അതായത് ഈ രണ്ട് ഇക്വേഷനുകളും റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് റിയാക്ഷനെയാണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ വഴി പറയാൻ പറ്റും. ഇങ്ങനെ നോക്കിയാൽ ഈ ഇക്വേഷനിൽ ടെമ്പറേച്ചർ ഇൻവോൾവ് ചെയ്യുന്നതോടെ കാണിക്കുന്നില്ലേ, എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്തു, എത്ര ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു എന്നൊക്കെ കാണിക്കുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഇക്വേഷനുകളെ നമ്മൾ തെർമോ കെമിക്കൽ ഇക്വേഷനുകൾ എന്ന് വിളിക്കുന്നു. തെർമോ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ എത്ര ഹീറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യപ്പെട്ടത്, എത്ര ഹീറ്റ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെട്ടത്, ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കെമിക്കൽ ഇക്വേഷനുകളെ നമുക്ക് തെർമോ കെമിക്കൽ ഇക്വേഷനുകൾ എന്ന് വിളിക്കാം.
എന്താ ഈ 13 കിലോ കാലറി പെർ മോളിന്റെ വേറൊരു മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു NaOH ഒരു മോൾ NaOH 1 മോൾ HCl-മായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് 13 കിലോ കാലറി പെർ മോൾ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 1 മോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് 13 കിലോ കാലറി പെർ മോൾ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സോഡിയം ഹൈഡ്രോക്സൈഡും HCl-മായി പ്രവർത്തിച്ച് 1 മോൾ വാട്ടർ ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് 13 കിലോ കാലറി പെർ മോൾ എന്ന് പറയാം. ഈ ഇക്വേഷനെ വേറെ രീതിയിൽ എഴുതാം. NaOH പ്ലസ് HCl ഗിവിങ് NaCl പ്ലസ് H2O എന്ന് എഴുതിയതിനു ശേഷം ഡെൽറ്റ H ഇസ് ഇക്വൽ ടു -13 കിലോ കാലറി എന്ന് എഴുതി കഴിഞ്ഞാലും അതിന്റെ മീനിങ് എന്ത് തന്നെയാണ്? NaOH HCl-മായി പ്രവർത്തിക്കുമ്പോൾ NaCl-ഉം വാട്ടറും ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് -13 കിലോ കാലറി ആണ്, അല്ലെങ്കിൽ 13 കിലോ കാലറി ആണ്. മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ അത് റിയാക്ഷൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എക്സോതെർമിക് ആണ് എന്ന് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് മറ്റൊരു റിയാക്ഷൻ കൂടെ എഴുതാം. കാർബൺ അല്ലെങ്കിൽ കോക്കിലേക്ക് സ്റ്റീം പാസ് ചെയ്യുന്നു. സ്റ്റീം എന്ന് പറയുന്നത് എന്താ? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് സിയും ഓയും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? CO ആയിട്ട് മാറും. H2 ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ -30 കിലോ കാലറി എന്നും കൂടെ കൊടുത്തിരിക്കുകയാണ്. -30 കിലോ കാലറി എന്നും കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, എന്താ ഇതിന്റെ മീനിങ്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വെച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലായി എന്ന് വരത്തില്ല. ഈ -30 കാലറി എന്ന് പ്രോഡക്റ്റ് സൈഡിൽ മൈനസ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എൻഡോതെർമിക് ആണ് എന്നാണ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഈ -30 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. -30 റിയാക്ഷൻ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? C പ്ലസ് H2O പ്ലസ് 30 കിലോ കാലറി ഗീവ്സ് CO പ്ലസ് H2O എന്നാവും. ഇല്ലേ? എന്താ ഇതിന്റെ മീനിങ്? ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും, കാർബണും സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 30 കിലോ കാലറി ഇത് അബ്സോർബ് ചെയ്താൽ മാത്രമേ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് മാറത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഹീറ്റ് എനർജി എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യണം. അപ്പൊ റിയാക്ടന്റ് സൈഡിൽ പ്ലസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പ്ലസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും മൈനസ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് ലിബറേറ്റ് ചെയ്യുന്നതാണ്. സംശയം വരരുത്, കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് എഴുതി മാറ്റണം. അതായത് C പ്ലസ് H2O CO പ്ലസ് H2 -30 കിലോ കാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -30 ഇവിടെ എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ -30 നിങ്ങൾ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ +30 കിലോ കാലറി എന്നായി. അതായത് റിയാക്ടന്റിന്റെ കൂടെ ഒരു 30 കിലോ കാലറി ഹീറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിയാക്ടന്റ് 30 കിലോ കാലറി എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും ചേർന്ന മിക്സ്ചറായി മാറും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് ഈ രണ്ട് റിയാക്ഷൻസും റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് റിയാക്ഷനാണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഈ ഇക്വേഷനെ വേറെ രീതിയിൽ എഴുതാം. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? C പ്ലസ് H2O ഗീവ്സ് CO പ്ലസ് H2 ഡെൽറ്റ H ഇസ് ഈക്വൽ ടു പ്ലസ് 30 കിലോ കാലറി. ഇങ്ങനെ എഴുതിയാലും അതും എന്ത് തന്നെയാണ്? ഡെൽറ്റ H പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷനും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എൻഡോതെർമിക് റിയാക്ഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു റിയാക്ഷനെ തന്നെ പല രീതികളിൽ എഴുതാം. ഈ 3 ഇക്വേഷനുകളെയും നമ്മൾ വിളിക്കുന്ന പേര് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയെങ്കിലും ഹീറ്റ് എനർജിയുടെ വാല്യൂ കൂടി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ തെർമോ കെമിക്കൽ ഇക്വേഷനുകൾ എന്ന് വിളിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയി? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു ഇക്വേഷൻ വേറൊരു മീനിങ്ങും കൊടുക്കാം. ഈ ഇത്രയും റിയാക്ടന്റിന്റെ എനർജി, റിയാക്ടന്റ് എൻഡോതെർമിക് എന്ന് വെച്ചാൽ എന്താ? റിയാക്ടന്റ് എനർജി കിട്ടി പ്രോഡക്റ്റ് ആവും. അപ്പൊ റിയാക്ടന്റിന്റെ എനർജി ഒരു 150 ജൂൾ ആണെന്ന് വെച്ചോളൂ. അപ്പൊ പ്രോഡക്റ്റിന്റെ എനർജി ചിലപ്പോ ഒരു ഇതിനേക്കാൾ ഒരു 30 കുറവായിട്ട് 120 ജൂൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ 30 കുറവെന്ന് പറഞ്ഞേ? കാരണം ഇവിടെ -30 കിലോ കാലറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് റിയാക്ടന്റിനെക്കാളും 30 ജൂൾ എനർജി, 30 കിലോ കാലറി എനർജി കുറവാണ് ആർക്കെന്ന് പറയുന്നത്? പ്രോഡക്റ്റിന് എന്ന് പറയുന്നത്. അപ്പൊ പല രീതിയിൽ നമുക്ക് ഒരു ഇക്വേഷനെ എന്ത് ചെയ്യാൻ കഴിയും? ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും.
നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. റിയാക്ടന്റുകൾ ചേർന്ന് പ്രോഡക്റ്റ് ആവുമ്പോൾ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനുകൾ നമുക്ക് പല രീതിയിൽ എഴുതാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ന്യൂട്രലൈസേഷൻ റിയാക്ഷനുകൾ എപ്പോഴും എക്സോതെർമിക് ആയിരിക്കും. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡും ആൽക്കലിയും തമ്മിൽ ചേർന്ന് സാൾട്ടും വാട്ടറും ഉണ്ടാവുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷനുകളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എക്സോതെർമിക് റിയാക്ഷനുകൾ എന്ന് വിളിക്കുന്നത്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആർ ആൾവേസ് എക്സോതെർമിക് ഇൻ നേച്ചർ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡെൽറ്റ എച്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ കൂടി ഞാൻ പറയുകയാണ് ഇവിടെ. ഡെൽറ്റ എച്ചുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റിന്റെ അളവിനെയാണ് ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഒരേ വസ്തു തന്നെ ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് സ്ഥലത്തും ഉണ്ടാകുന്ന ഹീറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഡിഫറന്റ് ആയിരിക്കും. അതായത് ഇപ്പോ ഹൈഡ്രജനും ഹാഫ് O2 ചേർന്ന് H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. ഹൈഡ്രജനും ഹാഫ് O2 ചേർന്ന് H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. ഉണ്ടാവുന്ന H2O ഗ്യാസ് സ്റ്റേറ്റിലാണ് എന്ന് വിചാരിക്കുക. ഉണ്ടാവുന്ന H2O എന്ത് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക? ഗ്യാസ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. ഇതേ H2O ഉണ്ടാവുന്ന വേറൊരു ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. H2 ഹാഫ് O2 ചേർന്ന് H2O തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഉണ്ടാവുന്ന H2O ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ രണ്ട് ഇക്വേഷനുകളും സെയിം ആണ്. പക്ഷെ രണ്ട് ഇക്വേഷനുകളിലും ഉണ്ടാവുന്ന പ്രോഡക്റ്റ് സെയിം ആണ്. പക്ഷെ എന്താ ഡിഫറൻസ്? പ്രോഡക്റ്റ് ഫസ്റ്റ് റിയാക്ഷനിലെ വാട്ടർ എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാണ്, നീരാവി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. സെക്കൻഡ് ഇക്വേഷനിലെ വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതായത് ഒരേ വസ്തു തന്നെ രണ്ട് ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഉണ്ടാവുകയാണ്. ഒരേ വസ്തു തന്നെ രണ്ട് ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവും ഡിഫറന്റ് ആയിരിക്കും. അതായത് ഇവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് -60 കിലോ ജൂൾ എനർജി ആണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു വാല്യൂ പറഞ്ഞത്, അത് കറക്റ്റ് ആ വാല്യൂ തന്നെ വരണമെന്നില്ല. ഇവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ -60 കിലോ ജൂൾ ആണെങ്കിൽ ഇവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് -70 കിലോ ജൂൾ ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടെയുള്ള ഡിഫറൻസ്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗ്യാസ് സ്റ്റേറ്റിൽ ഒരു വാട്ടർ ഉണ്ടായപ്പോൾ റിലീസ് ചെയ്ത എനർജി 60 കിലോ ജൂൾ എനർജിയാണ്. അതുകൊണ്ടാണ് -60 കിലോ ജൂൾ എന്ന് കൊടുത്തത്. മൈനസ് റെപ്രസെന്റ്സ് ഇറ്റ് ഈസ് എക്സോതെർമിക് ഇൻ നേച്ചർ. ഇവിടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടായപ്പോൾ ഇവിടെ 70 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്തു. എന്താ ഈ ഇവിടെ -60 -70 വന്നത്? അപ്പൊ ഒരേ വസ്തു തന്നെ ഡിഫറന്റ് ഫിസിക്കൽ ഫോമുകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഡിഫറന്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ഇവിടെ 60, നിങ്ങൾ ഈ മൈനസ് കൺസിഡർ ചെയ്യണ്ട, ബാക്കിയുള്ള വാല്യൂസ് മാത്രം നോക്കിയേ. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ 60 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേർന്ന് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ 70 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്തത്. കാരണം നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഗ്യാസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഹീറ്റ് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഗ്യാസ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി എന്തിലുണ്ടാവുമ്പോൾ റിലീസ് ചെയ്യും? ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യും. കാരണം ഗ്യാസ് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ചിന്തിക്കാം. ഗ്യാസ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന വാട്ടർ നമ്മൾ കംപ്രസ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്താൽ മാത്രമേ ഗ്യാസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ അതിനെ എന്ത് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. Conversion of gas to a liquid is an exothermic reaction. It will release more amount of heat energy. അങ്ങനെ അങ്ങ് ചിന്തിച്ചു വെച്ചിരുന്ന വേറെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എക്സാമിനൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തുവിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി. ഒരു വസ്തു തന്നെ ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ റിലീസ് ചെയ്യപ്പെടുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവും അതുപോലെ ഡിഫറന്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്ക് അടുത്തൊരു പോയിന്റും കൂടെ പറയാം.
ഒരു വസ്തു തന്നെ ഡിഫറന്റ് ഫിസിക്കൽ ഫോമുകളിൽ പ്രകൃതിയിൽ കാണപ്പെടാം, ഡിഫറന്റ് ഫിസിക്കൽ രൂപങ്ങളിൽ കാണപ്പെടാം. ഞാൻ പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന അവസ്ഥയല്ല. ഇപ്പൊ കാർബൺ തന്നെ വിവിധ രൂപങ്ങളിൽ പ്രകൃതിയിലുണ്ട്. ഡയമണ്ട് എന്ന് പറയുന്ന കാർബണിന്റെ ഒരു രൂപമാണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കാർബണിന്റെ ഒരു രൂപമാണ്. ഒരേ വസ്തുവിന്റെ തന്നെ വിവിധ രൂപങ്ങളെ, വിവിധ ഫിസിക്കൽ ഫോമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലോട്രോപ്പ്. അപ്പോൾ വിവിധ അലോട്രോപ്പുകൾ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്ത എമൗണ്ട് ഓഫ് എൻതാൽപ്പിയാണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ല? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഗ്രാഫൈറ്റ് എടുക്കുന്നു. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കാർബണിന്റെ ഒരു രൂപമാണ്. അതിന്റെ സിമ്പൽ സി എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഡയമണ്ട് എടുക്കുന്നു. ഡയമണ്ടിന്റെ സിമ്പൽ എന്ത് തന്നെയാണ്? സി തന്നെയാണ്. കാരണം ഡയമണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഡയമണ്ടും എടുക്കുന്നു, ഗ്രാഫൈറ്റും എടുക്കുന്നു, രണ്ടിനെയും കത്തിക്കുന്നു. രണ്ടിനെയും കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? C+O2 CO2. രണ്ടാമതും ഉണ്ടാവുന്നത് C+O2 CO2. രണ്ട് സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് ഏത് ഗ്യാസ് തന്നെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് തന്നെയാണ്. പക്ഷേ ആദ്യത്തേതിൽ റിലീസ് ചെയ്യുന്ന ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ആയിരിക്കില്ല രണ്ടാമത്തെ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം രണ്ടും രണ്ട് വ്യത്യസ്ത വസ്തുക്കളാണ്. രണ്ട് ഡിഫറന്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഇരിക്കുന്ന ഒരേ വസ്തു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് അലോട്രോപ്സ് ഓഫ് സെയിം സബ്സ്റ്റൻസ് ആർ ഡിഫറന്റ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരേ വസ്തുവിന്റെ തന്നെ അലോട്രോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എൻതാൽപ്പിയുടെ അളവും അതേപോലെ ഡിഫറന്റ് ആയിരിക്കും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. മൂന്നാമത്തെ പോയിന്റ്, ഒരു റിയാക്ഷൻ നടക്കുന്ന സോൾവെന്റ് ഏതാണോ ആ സോൾവെന്റിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവെന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്ഷൻ ഇപ്പൊ നടക്കുന്നത് വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റിലാണോ എന്ന് വിചാരിക്കുക. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എക്സ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആണെങ്കിൽ അതേ റിയാക്ഷൻ ബെൻസീൻ എന്ന് പറയുന്ന സോൾവെന്റിൽ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് Y ആയി. അതായത് സോൾവെന്റ് മാറുമ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അതും എന്ത് ചെയ്യൂടെ മാറും. സോൾവെന്റ് മാറുന്നതിനനുസരിച്ച് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് സോൾവെന്റ് സ്പെസിഫിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാനാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നാലാമത്തെ പോയിന്റ്, ടെമ്പറേച്ചർ. ഒരു റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും ഡെൽറ്റ എച്ച് വിലകൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ടെമ്പറേച്ചറിനെയും, ഒരു റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷനെ പറയുന്നത്. Enthalpy change of reaction depends upon the temperature and pressure at which the reaction is occurring. റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എൻതാൽപ്പി ചേഞ്ച് പറയാറുള്ളത്. അതിന് വ്യക്തമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചേ. ഒരു റിയാക്ഷൻ നടക്കുന്നത് 298 കെൽവിനിലും 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും ആ റിയാക്ഷൻ നടക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 മോളാറും ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെൽറ്റ എച്ച് 0 എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെൽറ്റ എച്ച് 0 എന്താണ്? ഡെൽറ്റ എച്ച് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിയാക്ഷൻ നടക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും 1 മോളാർ കോൺസെൻട്രേഷനിലും ആണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അല്ലെങ്കിൽ എൻതാൽപ്പിയുടെ അളവെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് 0 R എന്നായിരിക്കും. ഡെൽറ്റ എച്ച് 0 എന്നായിരിക്കും. ഡെൽറ്റ എച്ച് 0 എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ഡെൽറ്റ എച്ച് 0 R എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഡെൽറ്റ എച്ച് 0 R എന്ന് വെച്ച് കഴിഞ്ഞാലും എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം.
ഞാൻ ചെയ്യുന്ന അതേ പരീക്ഷണം മറ്റൊരാൾ ചെയ്യുന്നു. ഞാനിപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർത്ത് ഒരു പരീക്ഷണം ചെയ്യുന്നു. അതേ പരീക്ഷണം എന്റെ മറ്റൊരു സുഹൃത്ത് ചെയ്യുന്നു. രണ്ടുപേരും ചെയ്യുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലാണ്, ഈക്വൽ കോൺസെൻട്രേഷനിലാണ്, 1 മോളാർ കോൺസെൻട്രേഷനിലാണ്, 1 ATM പ്രഷറിലാണ്, 298 കെൽവിനിലാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് റിയാക്ഷനിലും എമിറ്റ് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അല്ലെങ്കിൽ എൻതാൽപ്പിയുടെ അളവും എപ്പോഴും സെയിം ആയിരിക്കും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ. ഇനി ഈ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി വാല്യൂസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയാം. ഏതൊരു എലമെന്റിന്റെയും പ്യുവർ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഏതൊരു വസ്തുവിന്റെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എനി എലമെന്റ് occurring in the pure state. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് സിങ്ക് പ്യുവർ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് എത്രയായിരിക്കും? 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്ന, പ്രകൃതിയിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഏതൊരു എലമെന്റിന്റെയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഗ്രാഫൈറ്റ് 0 ആയിരിക്കും. പക്ഷെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഡയമണ്ട് എന്തല്ല? 0 അല്ല. ബിക്കോസ് ഡയമണ്ട് ഈസ് ഫോമിങ് ഫ്രം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന് രൂപമാറ്റം സംഭവിച്ചാണ് എന്തായി മാറുന്നത്? ഡയമണ്ടായി മാറുന്നത്. ഡയമണ്ട് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നില്ല. ഡയമണ്ട് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എന്താണ്, പ്രകൃതിയാൽ ഉണ്ടായ സാധനമല്ല. അതിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് ഉണ്ടായ സാധനമാണ്, വേറൊരു മെറ്റീരിയലിൽ നിന്നുണ്ടായ സാധനമാണ്. ഗ്രാഫൈറ്റിൽ നിന്നുണ്ടായ വസ്തു ആയതുകൊണ്ട് അതിന്റെ ΔH0 വാല്യൂ എന്തല്ല? 0 അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് S8 മോളിക്യൂൾ. S8 മോളിക്യൂൾ എന്ന് പറയുന്നത് ഓർത്തോ റോംബിക് എന്നാണ്. 8 സൾഫറുകൾ ചേർന്ന് നിൽക്കുന്ന സൾഫറിന്റെ ശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഫോമിനെ നമ്മൾ ഓർത്തോ റോംബിക് ഫോം എന്നാണ് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ΔH0 ഓഫ് ഫോസ്ഫറസ് മോളിക്യൂൾ, ദാറ്റ് ഈസ് P4 മോളിക്യൂൾ, അതിന്റെയും വാല്യൂ എത്രയായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. ഈ P4 എന്ന് പറയുന്നത് ഓർക്കുക, വൈറ്റ് ഫോസ്ഫറസിനെയാണ് നമ്മൾ, വൈറ്റ് ഫോസ്ഫറസിനെ പറ്റിയാണ് പറയുന്നത്. വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ പ്രകൃതിയിൽ അതിന്റെ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ്. സോ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എലമെന്റുകളെയും നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ എല്ലാം എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ബൈ എന്താണ്? കൺവെൻഷൻ പ്രകാരമാണ്. ആ ഒരു സൈൻ കൺവെൻഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് വളരെ അത്യാവശ്യമായിട്ട്. ഇനി ഒരു മോൾ, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് അതിന്റെ കോമ്പൗണ്ടുകളിൽ നിന്ന്, അതിന്റെ എലമെന്റുകളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്, 1 മോൾ ഓഫ് കോമ്പൗണ്ട്, 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജിയുടെ അളവിനാണ് നമ്മൾ ΔH0F എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ΔH0F എന്ന് വെച്ച് കഴിഞ്ഞാൽ, ΔH എന്ന് വെച്ചാൽ എൻതാൽപ്പി ചേഞ്ച് എന്നാണ്, 0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്നാണ് അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്, അതായത് 1 മോൾ കോമ്പൗണ്ട് അതിന്റെ എലമെന്റുകളിൽ നിന്നും പ്യുവർ സ്റ്റേറ്റിൽ ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താന്ന് പറയുന്നത്? ΔH0F എന്ന് പറയുന്നത്. ΔH0F is the standard enthalpy change of formation of a compound. That means when one compound is formed from its elements at its pure state at 298 Kelvin of temperature and 1 atm of pressure and at 1 molar concentration of solution, then the heat energy released or absorbed is called standard enthalpy change of formation of that compound. ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും 1 മോളാർ കോൺസെൻട്രേഷൻ സൊല്യൂഷനിലും ആണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർമേഷൻ ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്?
അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, H2O ഉണ്ടാവുന്നു. H2Oയുടെ 1 മോൾ ഉണ്ടാവുന്നു. എങ്ങനെയാ H2O ഉണ്ടാകുന്നത്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നില്ല H2O ഉണ്ടാവുന്നത്. അതായത് ഹൈഡ്രജൻ പ്ലസ് ഹാഫ് O2 ഗീവ്സ് H2O. ഹൈഡ്രജനും അര O2 കൂടെ ചേർന്ന് 1 മോൾ H2O ഉണ്ടാവുന്നു. 1 മോൾ H2O എന്ന് പറയുന്ന 1 മോൾ വാട്ടറിന്റെ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എത്രയാണോ, ഹീറ്റ് എനർജി ചിലപ്പോൾ ഒരു -50 കിലോ ജൂൾ എനർജിയാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ വാട്ടറിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് -50 കിലോ ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ, പേര് തന്നെ ഉണ്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, അതിന്റെ കോമ്പൗണ്ടുകൾ, അതിന്റെ എലമെന്റുകളിൽ നിന്ന് ഒരു കോമ്പൗണ്ട് 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ HP മൈനസ് HR ആണെന്ന് അറിയാം അല്ലെ. HP എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാണ്? ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ. ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവായിട്ടുള്ള ഡെൽറ്റ എച്ച് ആർ കണ്ടുപിടിക്കുന്ന റിയാക്ഷൻ ഹീറ്റ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഹീറ്റ് എനർജി ഓഫ് റിയാക്ടന്റ് ആണ്. ഹീറ്റ് എനർജി ഓഫ് പ്രോഡക്റ്റ് എന്നതിന് പകരം നമുക്ക് ഹീറ്റ് എനർജി ഓഫ് വാട്ടർ എന്ന് എഴുതാം അല്ലെ, മൈനസ് ഹീറ്റ് എനർജി ഓഫ് റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. ഏതൊക്കെയാണ്? ഹീറ്റ് എനർജി ഓഫ് H2 ഉണ്ട്, പ്ലസ് ഹീറ്റ് എനർജി ഓഫ് ആരും ഉണ്ട്, O2, ഹാഫ് O2 ഉണ്ട് അല്ലെ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഹീറ്റ് എനർജി ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് കോമ്പൗണ്ട് മൈനസ് എൻതാൽപ്പി ഓഫ് H2 എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കോമ്പൗണ്ട് പ്യൂർ ഫോം H2, O2, N2, F2 ഇങ്ങനെയൊക്കെ പ്രകൃതിയിൽ കാണപ്പെടുന്ന നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ എൻതാൽപ്പി ചേഞ്ചിന്റെ വാല്യൂ എത്രയാണ്? 0. പ്ലസ് O2 നാച്ചുറലി ഒക്കറിംഗ് ആണ്, അതിന്റെ എൻതാൽപ്പിയുടെ വാല്യൂ എത്രയാണ്? 0. അതായത് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ടന്റ് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് വാട്ടർ എന്ന് നമുക്ക് കിട്ടും. -0 നമുക്ക് എടുത്ത് കളയാം. അപ്പോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻതാൽപ്പി ഓഫ് കോമ്പൗണ്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതും എൻതാൽപ്പി ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. provided that compound is formed at standard conditions of 298 Kelvin temperature and 1 atm pressure. 298 കെൽവിനിലും 1 atm പ്രഷറിലും 1 മോൾ പ്യുവർ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ റിയാക്ഷനിൽ എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവും ആ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതും അതിന് പകരം നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻതാൽപ്പി ഓഫ് കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രോബ്ലം നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 2A + 3B gives 2C + D എന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ പറയാണ്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്? HP - HR ആണ്. HP എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുടെ ആകെ എൻതാൽപ്പിയിൽ നിന്ന് റിയാക്ടന്റുകളുടെ ആകെ എൻതാൽപ്പി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. പ്രോഡക്റ്റുകൾ ആരൊക്കെ ഉണ്ട്? C ഉണ്ട്, 2 C ഉണ്ട് അല്ലെ. അപ്പോ ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ ഓഫ് C എടുക്കുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? പ്ലസ് പ്രോഡക്റ്റ് D കൂടെ ഇല്ല, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ ഓഫ് D കൂടെ കൊടുക്കുക. ക്ലിയർ? അപ്പൊ പ്രോഡക്റ്റിന്റെ ആകെ എൻതാൽപ്പി ചേഞ്ച് ആയി. എൻതാൽപ്പിക്ക് പകരം നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി റിയാക്ടന്റിന്റെ ഏതൊക്കെ ഉണ്ട്? റിയാക്ടന്റ് 2Aയും 3Bയും ഇല്ല. അപ്പൊ 2A × ഡെൽറ്റ എച്ച് ഓഫ് A പ്ലസ് ഡെൽറ്റ എച്ച് ഓഫ് B × 3. ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അവർ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം? എന്താണ്? പ്രോഡക്റ്റിന്റെ ആകെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക, ഇക്വേഷൻ അനുസരിച്ച് വേണം കണ്ടുപിടിക്കാൻ. റിയാക്ടന്റെ ആകെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാണ്, CH4 + 2O2 gives CO2 + 2H2O.
എന്താണ് ഈ ഇക്വേഷൻ? മീഥൈൻ ഗ്യാസിനെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂളുമായി മാറുന്നു. ഈ റിയാക്ഷനിലെ ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റകൾ ഞാൻ പറഞ്ഞുതരാം. CH4ന്റെ ഫോർമേഷന്റെ വാല്യൂ ഡെൽറ്റ എച്ച് എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എഫ് ഓഫ് CH4 എന്ന് പറയുന്നത് -80 ആണ്. ഡെൽറ്റ എച്ച് എഫ് ഓഫ് CO2 എന്ന് പറയുന്നത് -400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എച്ച് എഫ് ഓഫ് H2 എന്ന് പറയുന്നത് -300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ ആണ്. എങ്ങനെയാണ് ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്? എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റുകളുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷനുകൾ കൂട്ടുക, അതിൽ നിന്ന് റിയാക്ടന്റുകളുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ കൂട്ടിയത് മൈനസ് ചെയ്യുക. അതായത് പ്രോഡക്റ്റുകൾ ആരൊക്കെയാണ്? CO2 രണ്ട് H2 അല്ലേ? അപ്പൊ CO2ന്റെ ഡെൽറ്റ എച്ച് എഫ് ഓഫ് CO2 പ്ലസ് 2 വാട്ടർ ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു ഡെൽറ്റ എച്ച് എഫ് ഓഫ് വാട്ടർ മൈനസ് ഇനി റിയാക്ടന്റുകൾ CH4 ഒരു CH4 അല്ലേ ഉള്ളൂ. അപ്പൊ ഡെൽറ്റ എച്ച് എഫ് ഓഫ് CH4 പ്ലസ് 2 ഓക്സിജൻ. അപ്പൊ 2 ഇൻറ്റു ഡെൽറ്റ എച്ച് എഫ് ഓഫ് O2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നിങ്ങനെ ആൻസർ കിട്ടുന്ന വാല്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ എച്ച് എഫ് ഓഫ് CO2 ഡെൽറ്റ എച്ച് എഫ് ഓഫ് CO2 എത്ര? -400. അപ്പോൾ അവിടെ -400 എന്ന് കൊടുക്കുന്നു. പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ എച്ച് എഫ് ഓഫ് വാട്ടർ ഉണ്ടാകുമ്പോൾ എത്ര? -300 അല്ലേ കൊടുത്തിരിക്കുന്നത്. ഒരു വാട്ടർ ഉണ്ടാകുമ്പോൾ -300 കിലോ ജൂൾ എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ 2 വാട്ടർ ആകുമ്പോൾ 2 ഇൻറ്റു -300 എന്ന് കൊടുക്കണം. മൈനസ് ഇനി CH4ന്റെ ഡെൽറ്റ എച്ച് വാല്യൂ എത്രയാ? -80 പ്ലസ് 2 ഇൻറ്റു O2ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല. O2ന്റെ വാല്യൂ തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? O2ന്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. O2, N2, F2 ഇതെല്ലാം നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇതിന്റെ എല്ലാം എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് -400 കിട്ടും. 2 ഇൻറ്റു -300 എന്ന് പറയുന്നത് -600 കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് വരും അല്ലെ? 2 ഇൻറ്റു 0 0 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് വരും. അപ്പൊ +18 കിട്ടും. -400 -600 ആകുമ്പോൾ -1000 ആവും. -1000 + 80 ആകുമ്പോൾ -920 കിലോ ജൂൾ ഓഫ് എനർജി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു കോമ്പൗണ്ടിന്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് അല്ലെങ്കിൽ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആണ്? ഇനി നിങ്ങളടുത്ത് ചോദിക്കും, വാട്ട് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ? വാട്ട് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ? ദാറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഡെൽറ്റ എച്ച് സി. എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ? എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് വെച്ചാൽ എന്താണ്? കമ്പഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? കത്തിക്കുന്നതാണ്. ഏതൊരു വസ്തു ഓക്സിജന്റെ പ്രസൻസിൽ കത്തിക്കുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് വെച്ചാൽ? എൻതാൽപ്പി ചേഞ്ച് ഹീറ്റ് എനർജിയാണ് അല്ലേ? അതായത് ഒരു മോൾ വസ്തു കത്തിക്കുമ്പോൾ, ഒരു മോൾ കോമ്പൗണ്ടിനെ നിങ്ങൾ കമ്പഷൻ നടത്തുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അതായത് CH4 + 2O2 gives CO2 + 2H2O. ഈ റിയാക്ഷൻ നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു മോൾ CH4നെ കത്തിക്കുമ്പോൾ ഞാൻ പറയാണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്, ഇവിടുത്തെ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് -420 കിലോ ജൂൾ പെർ മോൾ ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇവിടെ മീനിങ് എന്താ? ഡെൽറ്റ എച്ചിന് വാല്യൂ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു. എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നു? 420 കിലോ ജൂൾ ഓഫ് എനർജി റിലീസ് ചെയ്യുന്നു. 420 കിലോ ജൂൾ ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതാണ്. അതായത് മീഥൈന്റെ ഒരു മോളെ കത്തിക്കുമ്പോൾ, മീഥൈന്റെ ഒരു മോള് വസ്തുവിനെ കത്തിക്കുമ്പോൾ 420 കിലോ ജൂൾ എനർജിയെ റിലീസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് മീൻസ് ഇവിടത്തെ മീഥൈനിന്റെ ഡെൽറ്റ എച്ച് സി വാല്യൂ എത്രയാണ്? -420 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ? ഒരു മോൾ വസ്തുവിനെ കത്തിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. എപ്പോഴും എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട്? എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഈസ് ആൾവേസ് നെഗറ്റീവ് ഇൻ നേച്ചർ. ബിക്കോസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ നെഗറ്റീവ് ആകാൻ കാര്യം എന്താണ്? കമ്പഷൻ എന്ന് പറയുന്ന എക്സോതെർമിക് പ്രോസസ് അല്ലേ? ഏതെങ്കിലും ഒരു വസ്തു ഹീറ്റ് കത്തുമ്പോൾ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഹീറ്റ് എനർജി എപ്പോഴും റിലീസ് ചെയ്യാണ്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നത് കാണിക്കാനാണ് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര വന്നത്? മൈനസ് വന്നത്, നെഗറ്റീവ് വന്നത്. ക്ലിയർ ആണ്? ഇനി ഒരു മോൾ വസ്തു കത്തുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ATM പ്രഷറിലുമാണ് എങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നതിന് പകരം അവിടെ നമ്മൾ പറയുന്ന വാക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്നാണ്.
എന്തെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണെങ്കിൽ അവിടെ നമ്മൾ 0 എന്ന് പറയുന്ന ആ ഒരു മുകളിൽ ഒരു ഡിജിറ്റ് കൂടെ നമ്മൾ കൊടുക്കണം. അതായത് ഡെൽറ്റ എച്ച് സീറോ ഓഫ് കമ്പഷൻ. ഡെൽറ്റ എച്ച് സീറോ ഓഫ് കമ്പഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് പറയും. അതായത് 298 കെൽവിൻ ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലും ഒരു വസ്തു പ്യുവർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് കത്തുകയാണ്, ഒരു മോൾ കോമ്പൗണ്ട് കത്തുകയാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ഓഫ് ന്യൂട്രലൈസേഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷനുകളിലാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപി ചേഞ്ച് ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ എന്താണ് എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ? കുറെ വാക്കുകൾ ഞാൻ പറയണം. എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ? ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പൊ ഗ്യാസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഗ്യാസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു വസ്തു സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഒരു ഫേസിന് മാറ്റം വരികയാണ്, ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തു ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഒരു അവസ്ഥ മാറുകയാണ്. അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു വസ്തു ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, അവിടെ ഒരു അവസ്ഥ മാറുകയാണ്. ഒരു ഫേസിന് മാറ്റം വരുമ്പോൾ, ഒരു ഫേസിനെ മറ്റൊരു ഫേസിലേക്ക് മാറുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റഡ് when one mole of a substance is converted from one phase to another. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് ഒരു വസ്തു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ, ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അതിൽ തന്നെ പല ടൈപ്പ് പറയുന്നുണ്ട്. എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ? വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് ഫോമിലുള്ള വസ്തു ഏതിലേക്ക് പോവുകയാണ്? ലിക്വിഡ് ഫോമിലുള്ള വസ്തു ഏതിലേക്ക് പോവുകയാണ്? ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. 1 mole of substance, നമ്മൾ എപ്പോഴും പഠിക്കുന്നത് 1 mole of substance പറ്റിയാണ്. 1 mole of substance അതിന്റെ ലിക്വിഡ് അവസ്ഥയിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയാണ് എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ എപ്പോഴും എൻഡോതെർമിക് ആയിരിക്കും. കാരണം ഹീറ്റ് എനർജിയെ വലിച്ചെടുത്തുകൊണ്ട് മാത്രമേ, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ലിക്വിഡിന് എന്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ? ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ. എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ ലിക്വിഡ്, ഒരു മോൾ വസ്തു അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറാൻ ആവശ്യമായ ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എൻതാൽപി ഓഫ് സബ്ലിമേഷൻ? എന്താണ് എൻതാൽപി ഓഫ് സബ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സബ്ലിമേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു ഡയറക്റ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ സോളിഡ് വസ്തു അത് ഡയറക്റ്റ് ആയി ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എൻതാൽപി ഓഫ് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് എൻതാൽപി ഓഫ് ഫ്യൂഷൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ എൻതാൽപി ഓഫ് ഫ്യൂഷൻ? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിനെ ഉരുക്കി ലിക്വിഡ് ആക്കുമ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ സോളിഡ് അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചൂട് കൊടുത്ത് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുവാൻ ആവശ്യമായ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എൻതാൽപി ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻതാൽപി ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എൻതാൽപി ഓഫ് ഫ്യൂഷൻ is the amount of heat energy absorbed when 1 mole of a solid is converted into its liquid state. ഒരു മോൾ സോളിഡ് അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു അതിന്റെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എൻതാൽപി ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ 3 കാര്യങ്ങളെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. എൻതാൽപ്പിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എൻതാൽപി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്തത് എൻതാൽപ്പി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളുമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.